ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിൻ്റെ ഇല ചക്കക്കുരു വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ചക്കക്കുരുവിൻ്റെ കൂടെ മുരിങ്ങൻ്റെ ഇല, അതേപോലെ ചക്കക്കുരു കുമ്പളം, വെള്ളരിക്ക, ചക്കക്കുരു മാങ്ങ, അങ്ങനെ എല്ലാതും കോമ്പിനേഷനാട്ടോ. അതേപോലെ മുരിങ്ങയില ചക്കക്കുരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് മുരിങ്ങൻ്റെ ഇല ഓരോ ഇതളുകൾ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ നാരുകളൊന്നും ഇല്ലാതെ ഇതേപോലെ ഊരിയെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയാണ്. അങ്ങനെ നമുക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഇലകളെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ചക്കക്കുരു ക്ലീനിങ് ആണ്. ചക്കക്കുരു അതേപോലെ തന്നെ ടൈം എടുത്ത് ചെയ്യേണ്ട പണി തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ചക്കക്കുരു ഓരോന്നായിട്ട് ഇങ്ങനെ വരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വല്യമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിത് ചെയ്ത് തരും വൃത്തിയായിട്ട്. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ അവർ പറയും എന്താണ് കറി വെക്കുക, കൂട്ടാൻ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു മടിയും കൂടാതെ ചെയ്തു തരുന്ന പണികളാണിതെല്ലാം. അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ഗുണങ്ങളെല്ലാം. അപ്പോൾ നമുക്കും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ ചക്കക്കുരു എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ പോകാത്ത വിധത്തിൽ വേണം അത് വരണ്ടിയെടുക്കാൻ, തൊലി കളഞ്ഞെടുക്കാൻ. ഇത് പെട്ടെന്ന് കുരുവിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ടിപ്സ് എന്താ വെച്ചാൽ, വെയിലത്ത് വെച്ച് ചക്കക്കുരു ഒന്ന് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാൻ പറ്റും കേട്ടോ. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ അടുപ്പത്ത് വിറകൊക്കെ കത്തിച്ചിട്ട് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമ്മൾക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ, ഗ്യാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി. പിന്നെ എല്ലാറ്റിനും നല്ലതാണ്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വിസിൽ വന്നിട്ട് 5 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരിക, എന്നിട്ട് 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ ടൈമിൽ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല കഴുകി വൃത്തിയാക്കി കൊടുന്ന് വന്നിട്ടുണ്ട്. അതവിടെ വാരാൻ വേണ്ടി വെക്കട്ടെ. നമ്മുടെ ചക്കക്കുരു ഏകദേശം നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ചക്കക്കുരു നല്ലൊരു വിറ്റാമിൻസും കാര്യങ്ങളും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എവിടെ കിട്ടുകയാണെങ്കിൽ ചക്കക്കുരു ഉപയോഗിച്ചതുകൊണ്ട് നല്ലതാണ്. ചക്കക്കുരു എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഭക്ഷണം തന്നെയാണെന്ന് പറയാം. ഒരു പഴങ്ങളാണെങ്കിലും ആയിക്കോട്ടെ, എല്ലാറ്റിനും നമ്മളെ വിശപ്പിനും നല്ല സ്വാദിഷ്ടമായ കാര്യങ്ങളാണ് ചക്കക്കുരു. അതേപോലെ ചക്ക അതുകൊണ്ട് അട ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ മുരിങ്ങൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് എല്ലായിടത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരെ വന്നാൽ മതി. ഒന്നും കൂടെ നമ്മളിതൊന്ന് വിസിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി അതേപോലെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാവുന്നതാണ്. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ ഈ കറി ധാരാളം മതി കേട്ടോ. ചക്കക്കുരും മുരിങ്ങൻ്റെ ഇലയും നല്ല കറിയാണ്. ഉണ്ടാക്കി നോക്കൂ വീട്ടിൽ. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, 2 വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം.
വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, കമൻ്റ് അറിയിക്കൂ. സൂപ്പറാട്ടോ.